കണ്ണീരണിഞ്ഞു നിൽക്കുകയാണ് കേരളം. വാൽപ്പാറ വാഹനാപകട ദുരന്തത്തിന്റെ നടുക്കം വിട്ടുമാറാതെ ഈ നാട് നിൽക്കുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി 9 മൃതദേഹങ്ങളുമായി ആംബുലൻസുകൾ നാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ അമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ പൊതുദർശനം നടക്കും. പരിക്കേറ്റ 4 പേരിൽ 3 പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ്. ചികിത്സയിലായിരുന്ന 11-കാരൻ ഷഹാദിനെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പെരിന്തൽമണ്ണയിലെ ജില്ലാ ആശുപത്രിയിലുണ്ടായിരുന്ന 11-കാരി മസ്രീനെ വയറ്റിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലെ ICUവിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നൌഷാദും മുഹമ്മദ് ഫായിസും ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. നമ്മളോടൊപ്പം അസിത സഹീർ ചേരുന്നുണ്ട്. അസിതയുള്ളത് അമ്പലപ്പറമ്പ് അവിടെ പൊതുദർശനത്തിന് മൃതദേഹങ്ങൾ എത്തിക്കുന്ന അമ്പലപ്പറമ്പ് സ്കൂളിലാണ് അസിത സഹീർ ഉള്ളത്. അസിത, അങ്ങേറ്റ വേദനാജനകമായ കാഴ്ചയാണ് ചുറ്റും ഉണ്ടാവുക എന്നറിയാം. നേരത്തെ തന്നെ അവിടെ നിന്ന് വരുന്ന വിവരങ്ങളും റിപ്പോർട്ടുകളും അങ്ങനെ തന്നെയായിരുന്നു. 9 മണിയോടുകൂടി മൃതദേഹങ്ങൾ എത്തിക്കുമെന്ന് അറിയുന്നു. ഇനി അവിടെ പൊതുദർശനത്തിന് മൃതദേഹങ്ങൾ വയ്ക്കും 9 മണിക്ക്. എന്തൊക്കെയാണ് അസിത അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ? കോബി, തീർച്ചയായും എന്തായാലും ജീവിതത്തിലെ ഏറ്റവും നിറമുള്ള ഓർമ്മകളുമായി മടങ്ങേണ്ടിയിരുന്ന ഒരു യാത്രാ സംഘമാണ് ഈ നിലയിൽ ദാരുണമായൊരു അപകടത്തിൽപ്പെട്ടത്. നമ്മളെല്ലാവരും ഇന്നലെ മുതൽ തന്നെ കേൾക്കുന്നത് പോലെ ഈ നാടിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരായിരുന്നു അവർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് എത്രമേലായിരുന്നു അവരുടെ സ്നേഹം എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഇവിടെ രാവിലെ മുതൽ കൂടിയിട്ടുള്ള വലിയ ആൾക്കൂട്ടം. ഇപ്പോൾ അരമണിക്കൂറിനകം ഈ മൃതദേഹങ്ങളുമായുള്ള ആംബുലൻസ് ഈ സ്കൂളിലേക്ക് എത്തും എന്നുള്ളത് അല്പം മുമ്പ് ഇവിടെ അറിയിപ്പായി തന്നെ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങൾ കൂടി ഇവിടെ ഇപ്പോൾ ഒരുക്കുകയാണ്. ഏകദേശം 1.5-2 മണിക്കൂറിനകത്താണ് പൊതുദർശനം നിലവിൽ സമയം ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് ഗോപി. എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ, കഥകൾ, ഓർമ്മകളൊക്കെ ഈ അധ്യാപകരെ കുറിച്ച് പങ്കുവെക്കാനുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. അപ്പോൾ അത്രമേൽ ഈ നാടിൻ്റെ പൊതുജീവിതവുമായി അവർ ഇഴകിച്ചേർന്ന ആളുകൾ കൂടിയായിരുന്നു എന്നുള്ളത് കൂടിയുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ നാട്ടിലെ പ്രാഥമിക വിദ്യാലയങ്ങളെല്ലാം ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. എല്ലാ നാട്ടിലെയും പൊതുവിൽ അത് അങ്ങനെ തന്നെയാണ്. അവിടുത്തെ അധ്യാപകരായിക്കോട്ടെ, അവിടുത്തെ ജീവനക്കാരായിക്കോട്ടെ, ആ നാടിൻ്റെ സാംസ്കാരിക ജീവിതവുമായി അവർ വളരെയധികം ഇഴകിച്ചേർന്നിട്ടുള്ള ആളുകളാണ്. ഈ സ്കൂളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് അല്പം കൂടി വൈകാരികമാണ്. ഈ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ കാര്യങ്ങൾക്കും ഈ നാട്ടുകാരോടൊപ്പം ഒക്കെയും എല്ലായ്പ്പോഴും ഉണ്ടായിരുന്ന, എല്ലായ്പ്പോഴും ചേർന്ന് നിന്ന അധ്യാപകർ കൂടിയായിരുന്നു അവർ. ഇപ്പോൾ നമ്മളെ ഏറ്റവും വേദനിപ്പിച്ചുകൊണ്ട് അവർ അവസാനം ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന അവരുടെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എത്ര ഉല്ലാസഭരിതമായാണ് അവർ ആ യാത്രയ്ക്ക് തിരിച്ചത് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട്. അവർ പാട്ടുപാടുന്നതിൻ്റെ, ആഹ്ലാദ നിമിഷങ്ങൾ പങ്കിടുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ കൂടിയാണ് നമുക്ക് അവരുടെ മൃതദേഹങ്ങൾ കാത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നത് എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ കാര്യം കൂടിയാണ്. എന്തായാലും ഒരുപാട് ആളുകൾ, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ഒരു മധ്യവേനൽ അവധിയുടെ കാലമാണ്. പക്ഷേ അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന ഘട്ടത്തിൽ അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരില്ലാതെ ആ സ്കൂളിലേക്ക് മടങ്ങിപ്പോകുന്ന കുഞ്ഞുങ്ങൾ അതിനേക്കാൾ ഉപരി നമ്മളെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. കുഞ്ഞുങ്ങൾ അല്പസമയം മുൻപ് ഇവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരെ അവസാനമായി ഒരു നോക്ക് കാണാനായി ആ കുഞ്ഞുങ്ങളെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അമ്പലപ്പറമ്പ് സ്കൂളിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്, നാട്ടുകാരെല്ലാം ഒഴുകിയെത്തുകയാണ്. അവരെ സംബന്ധിച്ച് അധ്യാപകർ ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു. വീണ്ടും അസിത സഹീറിലേക്ക്. അസിത, തുടരാം. തീർച്ചയായും പ്രവേദ, എന്തായാലും പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ഈ സ്കൂളിലെ കുഞ്ഞുങ്ങളെ അടക്കം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇത് നമുക്കറിയാവുന്നത് പോലെ തന്നെ ഒരു പ്രൈമറി സ്കൂളാണ്. അവിടുത്തെ കുഞ്ഞുങ്ങളെ അടക്കം ഇവിടേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. സംസാരിക്കാൻ സാധിക്കുമോ? അപ്പോൾ ഇവിടെ അവരെല്ലാം വൈകാരികമായി വളരെയധികം ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ്. അപ്പോൾ നമുക്ക് അവരുടെ പ്രതികരണം തേടുന്നതും അതുകൊണ്ട് തന്നെ പരിമിതികളുണ്ട്. ഈ അധ്യാപകരുമായൊക്കെ വളരെ അടുപ്പമുണ്ടായിരുന്ന ആളുകളാണ്. രാവിലെ മുതൽ തന്നെ ഇവർ ഇങ്ങനെ അവസാനമായി അവർ ഒരു നോക്ക് കാണാനും നമ്മൾക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അമ്പലപ്പറമ്പ് സ്കൂൾ മുറ്റത്ത് നിന്നാണ്. അവിടെയാണ് ഈ 9 മൃതശരീരങ്ങളും പൊതുദർശനത്തിന് വെക്കാൻ പോകുന്നത്. അവരെ കാണാൻ വേണ്ടി, അവസാനമായി ഒരു നോക്ക് കാണാൻ, യാത്രയപ്പം നൽകാൻ വേണ്ടി ധാരാളം ആളുകൾ ഈ സമയമാകുമ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ അസിജ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങൾ അവർ ഈ മധ്യവേനൽ അവധിക്ക് ശേഷം സ്കൂൾ തുറക്കുമ്പോൾ അധ്യാപകരില്ലാത്തവരുടെ പ്രിയപ്പെട്ട അധ്യാപകരെ നഷ്ടമായ സ്കൂൾ ദിനങ്ങളിലേക്കാണ് അവർ കടക്കുക. അതിൻ്റെ താങ്ങാനാകാത്ത വേദനയിൽ അവർ ഇപ്പോഴും നിൽക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.